എടുക്കണം. എന്താ ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതിങ്ങോട്ട് വെക്കുക. പിന്നെ വേണ്ട സവാള ഇങ്ങനെ അങ്ങോട്ട് അരിയുക. അങ്ങനെ തേടെ സവാള എരിഞ്ഞു. അതിനുശേഷം കുറച്ച് മല്ലിയില അരിയുവാണ്. പിന്നെ നമ്മുടെ തക്കാളി. ഇത് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് അടുപ്പിൽ പെല്ലറ്റ് നിറയ്ക്കാവേ. അങ്ങനെ അടുപ്പിൽ പെല്ലറ്റൊക്കെ നിറച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ലിക്വിഡ് ഒഴിക്കാം. അടുപ്പ് കത്തിക്കാം. ഇങ്ങനെ അടുപ്പ് കത്തിച്ചു. നമ്മുടെ ഫാനും ഒന്ന് ഫിറ്റ് ചെയ്യാം കേട്ടോ. അടുപ്പ് കത്തി വരുമ്പോൾ നമുക്ക് ഞാൻ ഒരു ചട്ടി വെച്ചു, നെയ്യ് ഒഴിച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു. പിന്നെ കുറച്ച് മുന്തിരിങ്ങയും ഫ്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും. പിന്നെ ഞാനാണെങ്കിൽ ചട്ടി വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ സവാളയൊന്ന് വാട്ടിയെടുക്കണം. അപ്പോഴത്തേക്ക് സവാളയൊന്ന് വാടി വന്നപ്പോഴത്തേക്ക് ചിക്കൻ ഇട്ടു. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഒന്ന് അടച്ച് വെച്ച് ഒരു വൈറ്റ് കളർ ആകണം കേട്ടോ. അങ്ങനെ അതൊന്ന് വൈറ്റ് കളർ ആയപ്പോഴത്തേക്ക് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് മാറി വന്നപ്പോഴത്തേക്ക് തക്കാളിയും പിന്നെ അതുപോലെ തന്നെ മല്ലിയില ഇട്ടൊന്ന് ഇളക്കിയെടുക്കണം. പിന്നെ എങ്കിൽ മുളക് പൊടി മല്ലിപ്പൊടി ഇതെല്ലാം ചേർന്ന ഒരു മസാല കൂട്ടും. പിന്നെ ഗരം മസാലയും ഇട്ടിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ഒനിയനും കൂടി ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. പിന്നെ ഉപ്പ് ഇടുക. പിന്നെ ലാസ്റ്റ് നമ്മൾ കുറച്ച് തൈരും കൂടി ഇട്ട് നല്ലതുപോലെ സെറ്റാക്കി നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് അരി വേവിക്കാം. അതിനായിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു. പിന്നെ സ്പൈസസ് ഇട്ട് ഉള്ളി ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ അരി ഇട്ട് പിന്നെ കുറച്ച് വെള്ളം എടുക്കുക. ഞാനാണെങ്കിൽ ഈ അരി അളന്ന ഗ്ലാസ്സിൽ വെള്ളം എടുത്തേക്കുന്നത്. പിന്നെ നാരങ്ങാ നീര് ഒഴിച്ച് ഉപ്പ് ഇട്ട് നല്ലതുപോലെ അത് സെറ്റ് ചെയ്തെടുക്കുക. അങ്ങനെ വേണ്ട നമ്മുടെ അരി വെന്തിട്ടുണ്ട്. പിന്നെ ദമ്മ് ചെയ്യുവാണ്. ലെയറായിട്ട് ദമ്മ് ചെയ്യുവാണ്. ഓരോ ലെയറിലും സെറ്റ് ചെയ്ത് പിന്നെ ഞാൻ ചിക്കനും സെറ്റ് ചെയ്ത് സംഭവങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. പിന്നെ മുട്ടയും വെച്ച് ഞാൻ ഫോയിലറും വെച്ചിട്ട് അത് ദം ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് മാറ്റിയിട്ട് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ പപ്പടം വെച്ചിട്ടുണ്ട്. ഇതാണ് എൻ്റെ. അപ്പം ഞാൻ കഴിക്കാൻ പോവാണ്. അപ്പം എൻ്റെ നല്ല അടിപൊളി ഒരു മഷ്റൂം അച്ചാറുണ്ട് കേട്ടോ. ബിരിയാണി തിന്നാൻ നല്ല പൊളി സംഭവമാണ്. അതും കൂടെ കുറച്ചും കൂടെ വെച്ചു. ഇനി ഞാൻ കഴിക്കട്ടെ. സുലൈമാൻ പപ്പടം, ചോറ്, കുറച്ച് അച്ചാറ് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടൊന്ന് കഴിക്കാം. അടിപൊളിയാ. എന്താ അടിമോനിച്ച് ഒന്ന് കഴിച്ചു നോക്കിയേ. എങ്ങനെയുണ്ട്? സൂപ്പറാണോ എന്ന് പറഞ്ഞേ. സൂപ്പറാ. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഫോളോ ചെയ്യണം. ചേട്ടാ ബൈ ബൈ, സീ യു.